നിന്ന് തിരിച്ചടിച്ച് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന് പോർച്ചുഗൽ. ക്രൊയേഷ്യയെ 2-1 പോർച്ചുഗൽ കീഴടക്കിയത്. 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഗോൺസാലോ റാമോസ് എന്നിവരിലൂടെ പോർച്ചുഗൽ മറുപടി നൽകുകയായിരുന്നു. ഇതോടെ ജൂലൈ 7 നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ച ശേഷം രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ വീഴുകയായിരുന്നു. 3-ാം മിനിറ്റിൽ ക്രൊയേഷ്യ താരം അൻഡേ ബുദിമുറിന്റെ മുന്നേറ്റത്തോടെയാണ് മത്സരത്തിന് ചൂടുപിടിച്ചത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഗോളെന്നുറപ്പിച്ച നീക്കങ്ങൾ പോർച്ചുഗലിൽ നിന്നുണ്ടായില്ലെങ്കിലും പന്തിലെ നിയന്ത്രണം വ്യക്തമായിരുന്നു. എന്നാൽ മനോഹരമായ പാസിംഗ് കോമ്പിനേഷനുകളിലൂടെയാണ് ക്രൊയേഷ്യ ഇതിന് മറുപടി നൽകിയത്. എന്നാൽ ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. രണ്ടാം പകുതിയുടെ 5 മിനിറ്റുകൾക്കുള്ളിൽ 2 അവസരങ്ങൾ സൃഷ്ടിച്ച ക്രൊയേഷ്യ കളി എങ്ങോട്ടാണ് പോകുന്നതെന്ന വ്യക്തമായ സൂചനകൾ പോർച്ചുഗലിന് നൽകിയിരുന്നു. 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ആദ്യ ലീഡ് എടുത്തു. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് വലതുമൂലയിൽ നിന്ന് ജോസിപ്പ് സ്റ്റാനിസിച്ച് ക്രോസ് ചെയ്ത് നൽകിയ പന്ത് വലയിലേക്ക് തട്ടിയിട്ട് ഇവാൻ പെരിസിച്ചിന്റെ ഗോളാഘോഷം. 68-ാം മിനിറ്റിൽ പോർച്ചുഗൽ സമനില പിടിച്ചു. കോർണറിനിടെ പോർച്ചുഗൽ പ്രതിരോധ താരത്തെ ക്രൊയേഷ്യയുടെ വ്ലാസിച്ച് വീഴ്ത്തിയതിന് വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി പെനാൽറ്റി അനുവദിച്ചത്. ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ലിവാകോവിച്ചിനെ മറികടന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. സ്കോർ 1-1. രണ്ടാം പകുതിക്ക് 10 മിനിറ്റാണ് ഇഞ്ചറി ടൈമായി റഫറി അനുവദിച്ചത്. ഇഞ്ചറി ടൈമിൽ പോർച്ചുഗൽ താരം ഗോൺസാലോ റാമോസ് ടീമിന്റെ 2ാം ഗോൾ നേടി. റാഫേൽ ലിയാവോ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്ത് റാമോസ് തലകൊണ്ട് പോസ്റ്റിലേക്ക് തട്ടിയിടുകയായിരുന്നു. പോർച്ചുഗൽ മുന്നിൽ. തൊട്ടു പിന്നാലെ ക്രൊയേഷ്യ വീണ്ടും വലകുലുക്കിയെങ്കിലും വാർ പരിശോധനകൾക്ക് ശേഷം ഗോൾ അനുവദിച്ചില്ല. രണ്ടാം പകുതിയിലെ 10 മിനിറ്റ് ഇഞ്ചറി ടൈം അവസാനിച്ചതോടെ പോർച്ചുഗലിന് വിജയാഘോഷം. ക്രൊയേഷ്യയ്ക്ക് നിരാശയുടെ കണ്ണീർ.